ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നാണ്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. കൊള്ളാം. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളിൽ ആ വലയിൽ വീണുപോയി. വല തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ വലയിൽ വീണുപോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. പെട്ടുപോയി, അകപ്പെട്ടു പോയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. കാരണം നല്ല രീതിക്ക് ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എനർജി ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. മാത്രമല്ല, ഈ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സന്റെയും ബന്ധം നശിച്ചു പോകണം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ, അതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രാർത്ഥനകൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. വഴിപാടുകൾ കാണുന്നുണ്ട്, നേർച്ചകൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കും ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളായിരിക്കുള്ളൂ, വേറെ ആര് ചെയ്യാനാ? ഓക്കെ, അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് ഇപ്പൊ നിങ്ങളത് ചെയ്താലും ഇല്ലെന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധം, അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആള് ഇവര് കൂടുതൽ എന്താ പറയാ, ഇവരോടുള്ള മെന്റലി ഭയങ്കര അറ്റാച്ച്മെന്റിലോ അല്ലെന്നുണ്ടെങ്കിൽ മെന്റലി നല്ല രീതിക്ക് ഇന്റിമസി ആയിട്ടോ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ആളല്ല ഈ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് അവരെ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സണെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ചീറ്റ് ചെയ്തുകൊണ്ട് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കയ്യിൽ നിന്ന് പണസംബന്ധമായിട്ടുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്തുക, നല്ല രീതിക്ക് ഉപയോഗിക്കുക. ഈ ഉപയോഗിച്ചിട്ട് എന്താ വേണ്ടാന്ന് വെക്കുക, അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടിക്കുള്ളത്. പക്ഷേ ഇതിന് ഇവരുടെ കൂടെ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ഒരാൾ ആവശ്യമാണ്. പല രീതിക്ക് തേർഡ് പാർട്ടിക്ക് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട്. അവര് എന്തെന്നാണ് ഈ കൈ നനയാതെ മീൻ പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അതിന് ഒരാളെ വേണം, കൈ നനഞ്ഞു മീൻ പിടിക്കാൻ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആളുകള് ഇവരുടെ അടുത്ത് പോയി പെടും. അങ്ങനത്തെ ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവരുടെ അടുത്ത് പോയി പെടുകയും ചെയ്തു. ഇവരുടെ അടുത്ത് നിന്ന് നല്ല രീതിക്ക് എന്താ പറയാ, നല്ല രീതിക്ക് ഒരു ബ്ലാക്ക് മാജിക് എനർജി കിട്ടി. നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം എന്തൊക്കെ കഴിവുകളുണ്ട്, ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഇമോഷണലി എന്തെല്ലാം കഴിവുകളുണ്ട്, ആ കഴിവുകൾ ഒക്കെ എടുക്കണം. സാമ്പത്തികമായിട്ട് ഒരുപാട് വിനിയോഗിക്കണം, ഫിസിക്കലി ഒരുപാട് ഉപയോഗിക്കണം. അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജി മാത്രമാണ്. അല്ലാതെ ഇവരോട് മെന്റലി അറ്റാച്ച്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ തേർഡ് പാർട്ടിക്ക് ഈ പ്രസന്റ് എനർജിയിൽ ഇല്ല. ഇവര് എങ്ങനെയെങ്കിലുമൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് പോകണം. പക്ഷെ ഇത് ഒരു എന്താ പറയാ, ഇത് മറ്റുള്ളവരുടെ പ്രാർത്ഥനയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് അത് തന്നെയാണ്, പ്രാർത്ഥനകളുടെ ഫലമായിട്ടല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണീരിന്റെ ഫലമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇത് വേറൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ ആ വ്യക്തിയുടെ ഫീലിങ്സ് കാണാതെ എന്താ പറയാ, ഈ ബന്ധത്തിൽ ഇവർ ആഘോഷിക്കാം, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇവര് വലിയ രീതിയിൽ എന്താണ് ആഘോഷങ്ങളിലോട്ടൊക്കെ ഏർപ്പെടാൻ പ്ലാനിങ്സ് ഒരുപാട് തേർഡ് പാർട്ടി ഒരുപാട് പ്ലാനിങ്സ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ ഉണ്ടാക്കാം, നമുക്ക് ചൈനയുടെ വൻമതിൽ കെട്ടിക്കൊടുക്കാം,
നമുക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ മെട്രോ ശരിയാക്കാം, അങ്ങനെയൊക്കെ ഭയങ്കര ഈ ഭയങ്കര എന്താ അങ്ങനത്തെ ഉള്ള കുറച്ച് ഉള്ള ഇതൊക്കെ അതുപോലത്തെ ഉള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലോ എല്ലാം നടക്കും കേട്ടോ. ഇവരൊരു ഭയങ്കര സംഭവം തന്നെ, തേർഡ് പാർട്ടി ഭയങ്കര സംഭവം തന്നെയാണ്. ഭയങ്കര ഒരാളാണ്, ഞാൻ എന്തുകൊണ്ട് നേരത്തെ പരിചയപ്പെട്ടില്ല. ഭയങ്കര ആള് തന്നെ, അയ്യോ ഭയങ്കര സംഭവമാണ്. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ അയ്യോ ഈ ആളെ എനിക്ക് ഇപ്പൊ തന്നെ കിട്ടിയത് നന്നായി, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മച്ചമ്പി ഇരുന്നാണ് ഇതേ കിടക്കം. ഒന്നുമല്ല, തേർഡ് പാർട്ടി ഒരു ചക്കയുമല്ല. പിന്നെ പോകെ പോകെയാണ് മനസ്സിലായത് തേർഡ് പാർട്ടിയുടെ ഇന്ന് എന്താണ്, തേർഡ് പാർട്ടി പറയുന്ന പോലെ ആന കിട്ടും, ചക്ക കിട്ടും, മാങ്ങ കിട്ടും, ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് മനസ്സിലായത് എടാ ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല, ഇതെല്ലാം വെറുതെ ഒരു കെട്ടുകഥകളായിരുന്നു. അതായത് ഈ തേർഡ് പാർട്ടിക്ക് മറ്റുള്ളവരെ തോപ്പിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നല്ല വൈരാഗ്യമാണ്. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഈ വ്യക്തിനെ എടുത്തോണ്ട് പോരണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് സാമ്പത്തികമായിട്ട് അടിച്ചു മാറ്റണം. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ ഈ തേർഡ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെ ഫിസിക്കലി മെന്റലി ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവര് പറഞ്ഞു പറ്റിക്കുക എന്നൊക്കെ പറയില്ലേ, പറഞ്ഞു പറ്റിക്കുന്ന രീതിയിൽ പല രീതിയിലും ഇവരുടെ എന്താ പറയാ, ഇവര് പോലും അറിയാതെ ഇവരെ നല്ല രീതിക്ക് പറഞ്ഞു പറ്റിച്ച് അവരുടേതായിട്ടുള്ള പല കഴിവുകളും ഈ തേർഡ് പാർട്ടി പ്രയോജനപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അല്ലാതെ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരിക്കുന്നത് പോലെ ഞാൻ എന്തുകൊണ്ട് ഇയാളെ നേരത്തെ കണ്ടുമുട്ടിയില്ല, എനിക്ക് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ എല്ലാ പ്ലാനിങ്സും നടത്താൻ ഈ തേർഡ് പാർട്ടി എപ്പോഴും കൂടെ ഉണ്ടാകും, ഒന്നുമല്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം തേർഡ് പാർട്ടിയുടെ കൂടെ എന്നും ഒരു എന്താ പറയാ, അവരുടെ കാര്യങ്ങൾ നോക്കാനും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ട് ഫിസിക്കലി അറ്റൻഷൻ, മെന്റലി അറ്റൻഷൻ, എല്ലാ രീതിയിലും ഇമോഷണലി എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് ഈ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി കണക്കാക്കി വെച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പ്രാർത്ഥനകളുടെ ശക്തി മൂലം ഇത് പതിയെ 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 അറിയാൻ തുടങ്ങുന്നു. കാരണം വിചാരിച്ച പോലെയൊന്നും പരിപാടികൾ നടക്കുന്നില്ല. അതായത് നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞു കൊടുത്തിരുന്നത് ഞാൻ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തരും, ഇത് തരും, മറ്റത് തരും, മറിച്ച് തരും, അവസാനം ഒന്നും ഉണ്ടാവില്ല. അതാണ്, രണ്ട് വഞ്ചിയിൽ കാലുകുത്തിയ രണ്ടും ഉണ്ടാവില്ല. നൈസ്. വാവ്, കലക്കൻ. തേർഡ് പാർട്ടി കൊള്ളാം. അതായത് നിങ്ങളുടെ പേഴ്സന്റെ അതായത് ഞാൻ പഠിച്ച സ്കൂളിലെ വാദ്യാരല്ലല്ലോ, ഞാൻ പഠിച്ച സ്കൂൾക്ക് ഹെഡ് മാസ്റ്റർ ആണെന്ന് പറയില്ല, അതുപോലെയാണ് നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവത്തിന്റെ അടവുകൾ ഉണ്ടാവില്ല, അതിന്റെ 10 ഇരട്ടി 1000 ഇരട്ടി അടവുകൾ അറിയാവുന്ന ആളാണ് ഈ തേർഡ് പാർട്ടി കേട്ടോ. കട്ടക്ക് നിൽക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സണേക്കാളും കൂടുതൽ ഉടായ്പ കൂടുതലുള്ളത് തേർഡ് പാർട്ടിക്കാണ്. അത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി കൊണ്ടുവരുന്നുണ്ട്. കാരണം വളരെയധികം ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ആളെ പറ്റി, അതായത് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പറ്റി, നിങ്ങളുടെ പേഴ്സന്റെ ആബ്സെൻസിലായിരിക്കാം പല ആളുകളുടെ അടുത്ത് ഈ ആൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, പണ്ടത്തെ അത്രയും പ്രയോജനങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഈ ആള് വന്നത് എനിക്കിപ്പോ ബുദ്ധിമുട്ടായിട്ടുണ്ട്, എനിക്ക് വേറെ ആളെ നോക്കാൻ, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കൂടാതെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒരു വ്യക്തി ഓൾറെഡി ഈ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കളഞ്ഞിട്ട് വേറൊരു വ്യക്തി ബന്ധം തേടാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. കാരണം തേർഡ് പാർട്ടിക്ക് അക്കരെ നിൽക്കുമ്പോൾ തോന്നും ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ തോന്നും അക്കരെ പച്ച, അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. നിങ്ങളുടെ പേഴ്സൺ കുറഞ്ഞ ആളൊന്നുമല്ല.
നിങ്ങളുടെ പേഴ്സണ് ഏകദേശം അങ്ങനത്തെ സ്വഭാവമൊക്കെയാണ്. ഇവിടെ നിൽക്കുമ്പോ അയ്യോ ഇതായിരുന്നു നല്ലത്, അവിടെ നിൽക്കുമ്പോ ഇങ്ങനെയാണ് നല്ലത്. കാരണം ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് ഒരു ഇമോഷണൽ സെന്റിമെന്റ്സിന് പുറമെ ഇതിൻ്റെ അകത്ത് കൂടുതലും ഈ സാമ്പത്തിക ഇടപാടുകളും ഫിസിക്കലി ഉള്ള ഉപയോഗങ്ങളും ഫിസിക്കലി ഉള്ള ഉപയോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളെ കൊണ്ട് സെക്ഷൽ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, ഫിസിക്കലി ഉള്ള ഉപയോഗങ്ങൾ. ഒരാളെ കൊണ്ട് എത്രത്തോളം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം, ഒരാളകത്തിരുന്നിട്ട് പുറത്തുള്ള ഒരു വ്യക്തിനെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം, അതുമൊക്കെ ഫിസിക്കലി ഉപയോഗങ്ങളാണ്. അല്ലാതെ സെക്ഷൽ കാര്യങ്ങളിലോട്ട് മാത്രം ചിന്തിക്കാതിരിക്കുക. മനസ്സിലായോ? അങ്ങനെയും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. നിങ്ങൾ അതായത് ഈ വ്യക്തിയുടെ അടുത്ത്, നിങ്ങളുടെ പേഴ്സണിന്റെ അടുത്ത് ഈ വ്യക്തി, ഈ തേർഡ് പാർട്ടി വളരെയധികം ഇങ്ങനെ സോഫ്റ്റ് കോർണറായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ നിന്ന് ഇങ്ങനെ ഈ എന്താ പറയാ വല വീശി പിടിക്കുക എന്നൊക്കെ പറയില്ല, വളരെയധികം ഒരു നല്ല ഒരു അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള സോപ്പ് പോലെ നിന്ന് പതപ്പിച്ച് പല പരിപാടികളും നേടിയെടുക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. പക്ഷെ ഇത് ഫുള്ള് ചീറ്റിംഗ് ആണ്. അത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എന്താ പറയാ ദൈവത്തിന്റെ ഒരു വെളിച്ചം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ കാര്യങ്ങളെല്ലാം പതിയെ പതിയെ അറിയാൻ തുടങ്ങുന്നു, മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഞാൻ വന്ന വഴി ശരിയല്ല, ഞാൻ സെലക്ട് ചെയ്ത ആള് ശരിയല്ല, എനിക്ക് പണി കിട്ടാൻ തുടങ്ങി. അൾട്ടിമേറ്റ് ആയിട്ടൊരു 10 ഓഫ് സോർട്സ് ആണ് ഇവിടെ കാണുന്നത്. ഒരു ഡിപ്രഷൻ, ഒരു വിഷാദ രോഗം, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചവർക്ക് ഞാൻ വേണ്ടത്ര വില കൊടുക്കാത്തത് കൊണ്ടും ഞാൻ അവരെ വേണ്ടാന്ന് വെച്ചത് കൊണ്ടും ഞാൻ എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയത് കൊണ്ടും എനിക്ക് ഒരു പണി കിട്ടി എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു. അതിന് ചിന്തിക്കാനായിട്ടൊക്കെ തുടങ്ങുമ്പോൾ അതിന് അവരുടെ ജീവിതത്തിൽ ഓരോ പരിപാടികൾ വരാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം ഇവര് ഉദ്ദേശിച്ച ഇപ്പൊ ഇവരുടെ ഒരു റിലേഷൻഷിപ്പിൽ ഇവര് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആന തരാം, ചക്ക തരാം, മാങ്ങ തരാം അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെയാണ് പറഞ്ഞ് മോഹിപ്പിച്ച്, മോഹവലയം എന്നൊക്കെ പറയില്ലേ, മോഹവലയത്തിൽ തീർത്ത് മറ്റേ എന്താ പറയാ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകില്ലേ, കയറ് പിടിച്ച് ഇങ്ങനെ വലിച്ച് ആ ഒരു വലിച്ചുകൊണ്ട് പോയതാണ്. പക്ഷെ ഒന്നുമില്ല, മോഹവലയങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വിടുന്ന ഒരവസ്ഥയാണ്. എല്ലാ പരിപാടികളും പോയി. പതിയെ പതിയെ മനസ്സിലാക്കുകയാണ് ഒരു പരിപാടികളൊന്നും നടക്കുന്നില്ല. ഈ ആള് അതായത് ഈ തേർഡ് പാർട്ടി പറഞ്ഞ ആദ്യം എനിക്ക് തന്ന മോഹന വാഗ്ദാനങ്ങളൊന്നും ഒരു പരിപാടിയും നടക്കാതെ വരുന്നു. എന്നാൽ എൻ്റെ കയ്യിലുള്ള പരിപാടികളെല്ലാം ഓരോ നിമിഷവും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിലെല്ലാം പല പാർട്സും, പല നല്ല കാര്യങ്ങളും, പോസിറ്റീവ് ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ പരമായിട്ടുള്ളതും മെന്റൽ പരമായിട്ടുള്ളതും അല്ലെങ്കിൽ അവരുടെ പല ബന്ധങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്നു. യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ വെറുതെ മനസ്സിലാക്കി കൊടുക്കില്ല, അത് അൾട്ടിമേറ്റ് ആയിട്ടേ മനസ്സിലാക്കി കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ല, വിഷാദ രോഗം ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. നമ്മള് മറ്റുള്ള വ്യക്തികളുടെ ഫീലിങ്സ് കാണാതെ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ ഒരു വ്യക്തി സ്നേഹിക്കുവാണ്, നല്ല രീതിക്ക് സ്നേഹിക്കുവാണ്, നമ്മളും ആ വ്യക്തി അതായത് നമ്മളും ആ വ്യക്തിനെ നല്ല രീതിക്ക് സ്നേഹിച്ചു എന്ന് ആ വ്യക്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാണ്. അവസാന നിമിഷം കൊണ്ട് നമ്മൾ ആ വ്യക്തിനെ വേണ്ടാന്ന് വെച്ച് ഒരു അറിയിപ്പും ഇല്ലാതെ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്നുണ്ടെങ്കിലും നമ്മളതൊരു ചീറ്റിംഗാ ചെയ്യുന്നത്. ആ ഒരു ചീറ്റിംഗ് നിങ്ങളുടെ പേഴ്സണ് കിട്ടുന്നു. അത് യൂണിവേഴ്സ് ആയിട്ട് കൊടുക്കുന്നതായിട്ട് തന്നെ കാണുന്നത്. ഇത് യൂണിവേഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ചീറ്റർ തന്നെയാണ്. ഒരു നല്ലൊരു വ്യക്തിയായിട്ട് ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. കൊള്ളാം, ചതിക്ക് ചതി. ഇതിനൊക്കെ കർമ്മ എന്ന് പറയും. നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ മച്ചമ്പിക്ക് അങ്ങനെ കിട്ടിയതായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എന്താണ് ജീവിതത്തില് ഈ ചീറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരായാലും അതൊരു ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഒരു കർമ്മയുടെ കാര്യത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. കാരണം നമ്മൾ മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുള്ള ഏത് പരിപാടിയും നടക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അതാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കാര്യം. തേർഡ് പാർട്ടി പല രീതിയിലും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട്
ഇതാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടം മതി. നിങ്ങളുടെ പേഴ്സൺ അവിടെ അലിഞ്ഞു വീഴും. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം എംപറർ പവറിൽ ഇരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു ക്യൂൻ പദവിയിലൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ എന്താണെങ്കിലും ഇവരുടെ അടുത്ത് ക്യാറ്റായിരിക്കും, പൂച്ചയിരിക്കും. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല മക്കളെ. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. സറണ്ടർ, ഇൻറ്റ്യൂഷൻ ആൻഡ് ഡൗൺലോഡ്സ്, ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ. ഒരുപാട് പേര് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഡിവൈന് സറണ്ടർ ചെയ്തു. നിങ്ങൾ ദൈവത്തിന് അർപ്പിക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക, പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയില്ല, നമ്മളെ കൊണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. കാരണം ദൈവം ഒരിക്കലും, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ചതിക്കില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പ്രപഞ്ച ശക്തിക്ക് അറിയാം, പ്രപഞ്ചത്തിന് അറിയാം, യൂണിവേഴ്സിന് അറിയാം. ഓക്കെ, അത് നിങ്ങളിലോട്ട് തന്നെ എത്തും. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഇൻറ്റ്യൂഷൻ ആൻഡ് ഡൗൺലോഡ്സ്. കൂടുതലും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം, എനിക്ക് പോസിറ്റീവ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എനിക്ക് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് പലതും അത് മാനിഫെസ്റ്റേഷനിലോട്ട് വരുവാണ്. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും ചില ആളുകൾ ഓവർ തിങ്ക് ചെയ്ത് അവരുടെ സോള് തന്നെ മാനിഫെസ്റ്റേഷനിലോട്ട് കൊണ്ടുവന്ന് നെഗറ്റീവൊക്കെ അവരുടെ സോളിലോട്ടാക്കുക. അതൊന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നേ. എന്തിനാ നിങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ വന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നു, നിങ്ങൾക്ക് ഈ വിഷമങ്ങൾ വന്നു. എല്ലാവർക്കും ഒരു സമയം വരുമെന്നേ. എല്ലാവർക്കും ഒരു സമയം വരും. എല്ലാവരുടെയും സമയം ശരിയാകുന്ന ഒരു കാര്യങ്ങൾ വരും. അല്ലാതെ നമ്മൾ ഇപ്പൊ എനിക്ക് മാത്രമാണ് ഇങ്ങനെ, മറ്റുള്ളവരൊക്കെ നല്ല രീതി, ഇപ്പൊ മറ്റുള്ളവരിപ്പം നിങ്ങളുടെ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരൊക്കെ നിങ്ങളോട് വന്നിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ പറയും. അവരുടെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അവരുടെ ഇന്നർ ലൈഫ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പലരുടെയും സ്റ്റാറ്റസ് കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പല ആളുകളുടെ പുറമേയുള്ള ലൈഫ് കാണുന്നു. അപ്പൊ അയ്യോ എനിക്ക് മാത്രം ഇങ്ങനെ, എൻ്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ, എൻ്റെ പ്രൈവറ്റ് ലൈഫ് മാത്രം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്നു. അതൊക്കെ വിട്ടുകളയാന്നേ. നമ്മൾ ഈ യൂണിവേഴ്സിനെ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട കാര്യം തന്നിരിക്കും, ഷുവറാണത്. അല്ലാതെ ഇവരുടെയും കാര്യങ്ങൾ വിട്ടുകളയുക, അയ്യോ എനിക്ക് മാത്രം ഇങ്ങനെ, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം വിട്ടേക്കുക. ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ. നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പല രീതിയിലും സംരക്ഷിക്കാനും, നിങ്ങളെ ഒരു കുട്ടീനെ പോലെ കെയർ ചെയ്ത് കൊണ്ടു നടക്കാനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. സ്പിരിച്വൽ ഗ്രോത്ത്. നമ്മൾ പകുതി വിശ്വാസത്തിൽ ഒരു പരിപാടി ചെയ്യരുത്. പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ മാത്രം എല്ലാത്തിലും നിൽക്കുക. അതെന്ത് കാര്യത്തിലാണെങ്കിലും. ഒരു സ്പിരിച്വലായിട്ട് നമ്മൾ മാറേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ സ്പിരിച്വലായിട്ട് പോസിറ്റീവിലോട്ട് മാറുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കാരണം നിങ്ങളിപ്പോൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരും. ഇപ്പൊ നിങ്ങൾ ഒരുപാട് നെഗറ്റീവാണ് ചിന്തിക്കുന്നത്, ഈ നെഗറ്റീവ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അട്രാക്ട് ചെയ്ത് അത് അങ്ങനെ സംഭവിക്കും. പോസിറ്റീവാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ഒരു പവറിൽ നിൽക്കുന്ന ആളുകളാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു സമയം വരുമെന്നേ, വിട്ടുകളാ. എല്ലാവർക്കും നല്ല സമയം തന്നെയാണ് വരുന്നത്, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന, നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തതൊക്കെ വിട്ടേക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.